ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നല്ലൊരു മട്ടൻ ദം ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. ബക്രീദാണ് വരുന്നത്. ആ സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ദം ബിരിയാണി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ നല്ല ഏളം മട്ടൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പാണ് ഒഴിച്ചത്, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ടാണ് വീണ്ടും 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മട്ടൻ്റെ ഒരല്പം മേലെ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിക്കാം. നമുക്ക് ഈ ഒരു വെള്ളം കുറച്ചധികം ആവശ്യമുണ്ട് ഈ ഒരു മട്ടനിൽ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും കൊടുത്തിട്ടാണ് മട്ടൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മട്ടൻ വേവുന്ന സമയം കൊണ്ട് ബിരിയാണിയിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം സവോളയൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബിരിയാണിയിലേക്ക് മൊത്തത്തിലൊരു മീഡിയം സൈസ് 6 സവോള എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സവോള ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ അതെടുത്താലും മതി, അല്ലെങ്കിൽ പിന്നെ നെയ്യിലും ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിലുള്ളത് പെട്ടെന്നങ്ങ് കളർ മാറിയിട്ട് എല്ലാം ഒരുപോലെ ആയി കിട്ടില്ല. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. സവോള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു എണ്ണയിൽ തന്നെ ഇനി നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി നട്ട്സ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കിസ്മിസ് കൂടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇവിടെ കിസ്മിസ് നന്നായിട്ടൊന്ന് ബബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഇവിടെ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്ന് ഞാൻ മട്ടൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അരി വേവിക്കുന്നതിൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്, അതുപോലെ ഗ്രേവിയിലേക്കും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മട്ടൻ ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ചോറിലേക്കും ഗ്രേവിയിലേക്കും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് ആദ്യമേ തന്നെ മട്ടൻ വേവിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഗ്രേവി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെയ്യ് കൂടെ ഒന്നങ്ങ് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ ചതച്ചത്, അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുത്താലും മതി. അത് ഞാൻ രണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യുക, അല്ലാതെ ചെയ്ത് വച്ചിരിക്കുന്നത് ബിരിയാണിയിലേക്ക് എടുക്കണ്ട. അതായിരിക്കും ബിരിയാണിക്ക് കുറച്ചുകൂടെ നല്ലത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ മൊത്തത്തിൽ 6 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊന്ന് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 എണ്ണം ഉണ്ട്. ഈ ഒരു ബിരിയാണിക്ക് ഞാൻ പച്ചമുളകാണ് എരിവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ ഒരു 3ഓ 4ഓ ഒക്കെ കൂട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, അതിനൊരു കുറച്ച് സമയം കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ സവോള വഴറ്റിയെടുത്താൽ മതി. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വാടിയാലാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. മുളക് പൊടി അത്രയും മതിയാവും, അല്ലെങ്കിൽ ബിരിയാണിയുടെ കളർ മാറിപ്പോവും. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. 1 മിനിറ്റ് നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഈ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെയ്തിരിക്കുന്ന ഗരം മസാലയിൽ ഷാജീരകം മാത്രമാണ് ചേർക്കാത്തുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷാജീരകം ചേർത്താൽ പിന്നെ നമുക്ക് വേറൊരു കറികൾക്കും അതെടുക്കാൻ പറ്റില്ല, ബിരിയാണിക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കൈപ്പിടി മല്ലിയിലയും അതുപോലെ തന്നെ 1 കൈപ്പിടി പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 1/4 കപ്പ് തൈരാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പുളി നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള തൈര് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 കപ്പ് തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക. അതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ പുളി നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പുളി കുറഞ്ഞ തൈരായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ തൈര് കുറച്ച് കൂടുതൽ ബിരിയാണിയിലേക്ക് ചേരും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മട്ടൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് മട്ടൻ്റെ സ്റ്റോക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് മട്ടനിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് കൊടുക്കണം, വെള്ളം കറക്റ്റാക്കി കൊടുക്കുക. ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ അരി തന്നെ എടുക്കാം. 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു 5 കപ്പ് അരിയാണ് വരുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നെയ്യ് കറക്റ്റ് ആവില്ല. അപ്പോൾ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇതുപോലൊരു 3 പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 6 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാമ്പൂ ആണ് വേണ്ടത്. ഞാനൊരു 6 ഗ്രാമ്പൂ ഇടുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഷാജീരകമാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷാജീരകം ഒന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു അരമണിക്കൂർ കുതിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളം കഴുകുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് കഴുകണം. അതിൻ്റെ ആ ഒരു പശിമയെല്ലാം പോകണം. വെള്ളം തെളിയുന്നത് വരെ കഴുകണം. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ അരി വറുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അരി വറുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അരി വറക്കുന്ന സമയത്ത് വറവ് കൂടി പോകരുത്. വറവ് കൂടിപ്പോയാൽ പിന്നെ ചോറ് വെന്ത് ചൂടാറി കഴിയുമ്പോൾ ഉണങ്ങിയ പോലെ ഇരിക്കും. അതുകൊണ്ടൊരു 3-4 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി. ഇവിടെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പൂണിലെടുത്തിട്ട് സ്പൂണൊന്ന് കുടയുമ്പോൾ സ്പൂണിൽ നിന്ന് പെട്ടെന്ന് ചാടി പോകണം. അതാണൊരു കറക്റ്റ് എന്ന് പറയുന്നത്. നനഞ്ഞ അരിയാണെങ്കിൽ സ്പൂണിൽ നിന്ന് പെട്ടെന്ന് ചാടി പോവില്ല. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത അരിയിലേക്ക് നമ്മളെപ്പോഴും തിളച്ച വെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമുണ്ട്. അതിൽ 2 കപ്പ് വെള്ളം നമ്മൾ മട്ടൻ വേവിച്ച വെള്ളമാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ 2-3 മിനിറ്റായി ഇപ്പോൾ അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും അരി വേവാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയുടെ മുകളിലേക്ക് നമുക്ക് ആദ്യം ചോറ് കുറച്ച് നിരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് ചോറിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇട്ട് കൊടുത്ത് ദം ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ ലെയറാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ ഒരല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഞ്ഞളിന് പകരം പാലിൽ കുങ്കുമപ്പൂ കുറച്ച് നേരം ഇട്ട് വച്ചിരുന്നാലും മതി. നല്ല മഞ്ഞ കളർ കിട്ടും. മഞ്ഞൾ കൂടി പോവരുത്. മഞ്ഞൾ കൂടി പോയാൽ പിന്നെ ചോറ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾ ഒരുപാടായി പോവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവോള ഫ്രൈ ചെയ്തതും നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. മട്ടൻ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇതുപോലെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ കടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ വരും. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ചോറ് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. ചോറ് നിരത്തി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ലെയറിൽ ആദ്യം മഞ്ഞൾ മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തത്. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവോള ഫ്രൈ ചെയ്തതും നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ചൂടാക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല മുകളിൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ആവി പോവാത്ത രീതിയിൽ വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, അങ്ങ് അടച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ഒന്ന് ദം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.